നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ഡബ്ലി ലിങ്ക്ഡ് ലിസ്റ്റിൽ എങ്ങനെയാണ് ഇൻസേർഷൻ പെർഫോം ചെയ്യുന്നത്. ഒരു ഡബ്ലി ലിങ്ക്ഡ് ലിസ്റ്റ് എന്താണ്, അവിടെ എങ്ങനെയാണ് ഇൻസേർഷൻ ഒരു നോഡിനെ ഇൻസേർട്ട് ചെയ്യുന്നത് എന്നുള്ള ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദെൻ അപ്പം ആദ്യം നമ്മൾ പഠിക്കണം, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് എന്താണ് ഡബ്ലി ലിങ്ക്ഡ് ലിസ്റ്റ്. ഡബ്ലി ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, അവിടെ രണ്ട് ലിങ്കുകൾ ഉണ്ടായിരിക്കും. അതായത് ഒരു പ്രിഡിസിസർ ലിങ്കും ഒരു സക്സസർ ലിങ്കും. അതായത് പ്രിഡിസിസർ എന്തായിരിക്കും, പ്രീവിയസ് നോഡിൻ്റെ അഡ്രസ്സും അതുപോലെ തന്നെ ആ സക്സസറിൽ നെക്സ്റ്റ് നോഡിൻ്റെ അഡ്രസ്സും ദെൻ അവിടെ ഒരു ഡേറ്റ പാർട്ടും ഉണ്ടായിരിക്കും. ഇങ്ങനെ രണ്ട് പാർട്ട് വരുന്നതാണ് എന്തെന്ന് പറയുന്നത്, എന്ത് വരുന്നുണ്ട് അവിടെ ഡബ്ലി ലിങ്ക്ഡ് ലിസ്റ്റിൽ 2 ലിങ്ക്സ് വരുന്നുണ്ട്. 2 ലിങ്കുകൾ മെയിൻലി വരുന്നതാണ് ഒരു ഡബ്ലി ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ഒരു ഡബ്ലി ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ ക്ലാസ് ഡെഫിനിഷൻ ഓഫ് എ ഡബ്ലി ലിങ്ക്ഡ് ലിസ്റ്റ്. ഇവിടെ എന്താണ്, ക്ലാസ് DLL അതായത് ഡബ്ലി ലിങ്ക്ഡ് ലിസ്റ്റ് നോഡിൽ ഞാൻ എന്താണ് പബ്ലിക്കായിട്ട് ഒരു ഡേറ്റേനെയും അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു 2 പോയിൻറ്റേഴ്സ് വേണം, 2 ലിങ്ക്സ് നമുക്ക് വേണം. അതിന് വേണ്ടിയിട്ട് പ്രിവ് എന്ന് പറഞ്ഞൊരു പോയിൻറ്ററും നെക്സ്റ്റ് എന്ന് പറഞ്ഞൊരു പോയിൻറ്ററും ഞാൻ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. ദെൻ എൻ്റെ ഡേറ്റ ഏത് ടൈപ്പാണ്, ക്യാരക്ടർ ടൈപ്പിലുള്ള ഡേറ്റയാണ് എനിക്ക് എൻ്റർ ചെയ്യേണ്ടത്. ദെൻ ഡബ്ലി ലിങ്ക്ഡ് ലിസ്റ്റ് നോഡ് ആ സെയിം നെയിം വെച്ചിട്ട് ഞാനൊരു കൺസ്ട്രക്ടറിനെ ക്രിയേറ്റ് ചെയ്തേക്കുകയാണ്. ദെൻ പ്രിവ് ഈക്വൽ ടു നെക്സ്റ്റ് ഈക്വൽ ടു നൾ, അതായത് ഈ കൺസ്ട്രക്ടർ യൂസ് ചെയ്തിട്ട് പ്രിവിനെയും നെക്സ്റ്റിനെയും ഞാൻ നള്ളായിട്ട് അസൈൻ ചെയ്തു. ഓക്കെ, നള്ളായിട്ട് അസൈൻ ചെയ്തു. അതായത് എൻ്റെ കയ്യിലൊരു ഡേറ്റ പാർട്ടുണ്ട്, ഡേറ്റ പാർട്ട് വെച്ചിട്ട് ഞാൻ ഡേറ്റാനെ ക്രിയേറ്റ് ചെയ്തു. അതുപോലെ തന്നെ പ്രിവ് എന്ന് പറഞ്ഞൊരു പോയിൻറ്ററും നെക്സ്റ്റ് എന്ന് പറഞ്ഞൊരു പോയിൻറ്ററും ഉണ്ട്. അതിനെ രണ്ടിനെയും ഞാൻ എന്ത് ചെയ്തു, നള്ളാക്കി വെച്ചിട്ടുണ്ട്. നള്ളാക്കിയാണ് ഞാനിതിനെ എന്ത് ചെയ്തേക്കുന്നത്, സെറ്റ് ചെയ്തേക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയുകയാണ്, ഒരു ഡബ്ലി ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ ക്ലാസ് ഡെഫിനിഷൻ തന്നെയാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ക്ലാസ് ഡബ്ലി ലിങ്ക്ഡ് ലിസ്റ്റ് പ്രൈവറ്റ് DLL നോഡ് സ്റ്റാർ ഹെഡ് സ്റ്റാർ ടെയിൽ. അതായത് അവിടെ ഞാൻ എന്ത് ഓപ്പറേഷനാണ് ചെയ്തേക്കുന്നത്, അവിടെ 2 പോയിൻറ്റേഴ്സ് ഹെഡും ഉണ്ട് ടെയിലും ഉണ്ട്. ഹെഡും ടെയിലും എന്ന് പറഞ്ഞ് 2 പോയിൻറ്റേഴ്സിനെ ഞാൻ ക്രിയേറ്റ് ചെയ്തു. ദെൻ ഓൾറെഡി DLL നോഡെന്ന് പറഞ്ഞേക്കുന്നത് എന്താണ്, ഞാൻ ഓൾറെഡി ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. DLL നോഡെന്ന് പറഞ്ഞൊരു ഫംഗ്ഷനെ ഞാൻ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ DLL ലിസ്റ്റ് എന്ന് പറയുന്ന ഒരു കൺസ്ട്രക്ടറിനെ പിന്നെ ഞാൻ ക്രിയേറ്റ് ചെയ്തേക്കുക. ദെൻ ഈ കൺസ്ട്രക്ടർ യൂസ് ചെയ്തിട്ട് ഹെഡിനെയും ടെയിലിനെയും ഞാൻ എന്ത് ചെയ്തു, നള്ളാക്കി സെറ്റ് ചെയ്തു. ദെൻ പിന്നെ ഞാനൊരു ഫംഗ്ഷനെ ക്രിയേറ്റ് ചെയ്തേക്കുകയാണ്, വോയിഡ് ഡബ്ലി ലിങ്ക്ഡ് ലിസ്റ്റ് ഇൻസേർട്ട് പൊസിഷൻ DLL നോഡ് സ്റ്റാർ ന്യൂ നോഡ് ഇൻറ്റു POS ഇൻറ്റു പൊസിഷൻ. അതായത് ഈ സിംഗിൾ ഫംഗ്ഷനെ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളൂ. കാരണം ഇൻസേർഷന് വേണ്ടിയിട്ട്, ഇൻസേർഷൻ എന്ന് പറയുന്ന ഓപ്പറേഷനാണ് എനിക്ക് പെർഫോം ചെയ്യേണ്ടത്. സോ ആ ഇൻസേർഷന് വേണ്ടിയിട്ടുള്ള സിംപ്ലി ഈ ഫംഗ്ഷനിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടായിരിക്കും ഞാൻ എന്ത് ചെയ്യുന്നത്, ഇൻസേർഷൻ ഓപ്പറേഷൻ POS പൊസിഷൻ എന്ന് പറഞ്ഞ പൊസിഷനിൽ ഞാൻ പെർഫോം ചെയ്യാൻ പോകുന്നത്. ദെൻ ഈ ഫംഗ്ഷന് നോഡിനെ കുറിച്ചും അതുപോലെ തന്നെ അതായത് പുതിയ നോഡിനെയും ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ ഇൻസേർഷൻ, ആ പർട്ടിക്കുലർ ഇൻസേർഷൻ്റെ പൊസിഷൻ എവിടെയാണോ ഇൻസേർട്ട് ചെയ്യേണ്ടത് ആ പൊസിഷൻ പാരാമീറ്ററിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആയിരിക്കും ഈ ഫംഗ്ഷൻ എന്ത് ചെയ്യുന്നത്, എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ദെൻ ഡബ്ലി ലിങ്ക്ഡ് ലിസ്റ്റ് ഉപയോഗിച്ച് എങ്ങനെയാണ് ഒരു നോഡിനെ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നാണ് നെക്സ്റ്റ് പറയാൻ പോകുന്നത്. DLL നോഡ് സ്റ്റാർ ലിങ്ക് റീഡ് നോഡ്, അതായത് ഈ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്യുകയാണ്, റീഡ് നോഡ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനെ ഞാൻ കോൾ ചെയ്യുകയാണ്. അങ്ങനെ ഈ ഫംഗ്ഷൻ എടുക്കുമ്പോഴത്തേക്കും എന്താണ്, ഞാനൊരു നോഡിനെ എന്ത് ചെയ്യുകയാണ്, റീഡ് ചെയ്യുക ചെയ്യുന്നത്. സ്റ്റാർ ന്യൂ നോഡ് ചെയ്യുമ്പോഴത്തേക്കും ഞാനൊരു നോഡിനെ ക്രിയേറ്റ് ചെയ്യുന്നു. ദെൻ ന്യൂ നോഡ് ഈക്വൽ ടു ന്യൂ DLL നോഡ്, അതായത് ആ പർട്ടിക്കുലർ ലൊക്കേഷനിൽ വേണം ഞാൻ ന്യൂ നോഡ് ഈക്വൽ ടു ന്യൂ DLL നോഡ് ആ സ്റ്റെപ്പ് പെർഫോം ചെയ്യുമ്പോഴത്തേക്കും ഞാൻ എന്താണ്, ഒരു പർട്ടിക്കുലർ ലൊക്കേഷന് അസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. ദെൻ അത് കഴിഞ്ഞിട്ട് എന്താണ്, ആ ഡേറ്റ എൻ്റർ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ ഡേറ്റേനെ ആ പർട്ടിക്കുലർ നോഡിലോട്ട് എൻ്റർ ചെയ്ത് കൊടുത്തു. ദെൻ ന്യൂ നോഡ് പ്രിവ് ഈക്വൽ ടു നൾ, ന്യൂ നോഡ് നെക്സ്റ്റ് ഈക്വൽ ടു നൾ. അതായത് ഞാനൊരു ന്യൂ നോഡിനെ ക്രിയേറ്റ് ചെയ്തു. ആ ന്യൂ നോഡിൻ്റെ പ്രീവിയസ് നോഡും നെക്സ്റ്റ് നോഡും ഞാൻ നള്ളാക്കി സെറ്റ് ചെയ്തു. നള്ളാക്കി സെറ്റ് ചെയ്തിട്ട് അതിനെ ഞാൻ എന്ത് ചെയ്തു, ഡിസ്പ്ലേ ചെയ്യിച്ചു. അതായത് ഈ ഫിഗർ കണ്ടില്ലേ, ഫിഗർ ഡിസ്പ്ലേ ചെയ്തേക്കുന്നത് അതിൻ്റെ ഒരു സ്ട്രക്ചറാണ്, ഞാൻ ക്രിയേറ്റ് ചെയ്ത നോഡിൻ്റെ സ്ട്രക്ചറാണ്. അത് ഒരു ഡേറ്റ ഉണ്ട്, അതിൽ ന്യൂ നോഡ് ക്രിയേറ്റ് ചെയ്തു. അതിൻ്റെ പ്രീവിയസും നെക്സ്റ്റ് നോഡും ഞാൻ എന്തായിട്ട് സെറ്റ് ചെയ്തു, നള്ളായിട്ട് സെറ്റ് ചെയ്തു. ദെൻ എനിക്ക് എ എന്ന് പറഞ്ഞ ഒരു എലമെൻറ്റിനെയാണ് ഡേറ്റയിലോട്ടിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ
അതെങ്ങനെ ഇരിക്കും? എ എന്ന് പറയുന്നത് ഡേറ്റ ഫീൽഡിൽ എ എന്ന് പറയുന്ന ആ വാല്യൂ എന്ത് ചെയ്യും? ഡേറ്റ ഫീൽഡിൽ വരും. ഓക്കെ, അത് ക്ലിയർ അല്ലേ? ഇനി നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ഇൻസേർഷൻ ഇൻ എ ഡബ്ലി. ഇപ്പം നമ്മൾ പറഞ്ഞ ഇത്രയും കൺസെപ്റ്റ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ഡബ്ലി ലിങ്കഡ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഒരു നോഡിനെ ക്രിയേറ്റ് ചെയ്യുന്നത് വരെ നമ്മൾ പഠിച്ചു. ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഇൻസേർഷൻ ഇൻ എ ഡബ്ലി ലിങ്കഡ് ലിസ്റ്റ്. ഒരു ഡബ്ലി ലിങ്കഡ് ലിസ്റ്റിൻ്റെ ഫ്രണ്ടിൽ ബിഗിനിങ്ങിൽ എങ്ങനെയാണ് ഇൻസേർഷൻ പെർഫോം ചെയ്യാൻ പറ്റുന്നത്. ഞാൻ ഈ പർട്ടിക്കുലർ ലിസ്റ്റ് വെച്ചിട്ടാണ് ഓപ്പറേഷൻസ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഇവിടെ ഈ ലിസ്റ്റിൽ തുടങ്ങുന്നത് എന്താണ്? ബി എന്ന് പറയുന്ന ഒരു ഡേറ്റ ഉള്ള ഒരു ലിങ്കഡ് ലിസ്റ്റാണ് തുടക്കത്തിൽ. അതായത് ബിഗിനിങ് നോഡിൻ്റെ ഡേറ്റ എന്ന് പറയുന്നത് ബി ആണ്. ഓക്കെ, ഇവിടെ ഞാൻ 2 പോയിൻറ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്, ഹെഡും ടെയിലും. ഹെഡ് എന്ന് പറയുന്നത് ഡേറ്റ ബി, അതായത് ബിഗിനിങ് നോഡ്. ഇപ്പം കറൻ്റ്ലി എൻ്റെ കയ്യിലുള്ള ലിങ്കഡ് ലിസ്റ്റിൻ്റെ ബിഗിനിങ് നോഡിലുള്ള ഡേറ്റാനെ പോയിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഹെഡ് യൂസ് ചെയ്യുന്നത്. ദെൻ ടെയിൽ എന്ന് പറയുന്ന പോയിൻ്റർ ഡി എന്ന് പറയുന്ന ഡേറ്റ ഫീൽഡിൽ ഡി വാല്യൂ ഉള്ള ഒരു നോഡിനെ പോയിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് ഞാൻ ടെയിലിനെ യൂസ് ചെയ്യുന്നത്. ദെൻ നമ്മൾ പറഞ്ഞു ഈ ഡെഫിനിഷൻ നമ്മൾ ആദ്യമേ പഠിച്ചതാണ്. എന്താണ് ഈ ഇത് വർക്ക് ചെയ്യുമ്പോഴത്തേക്കും എന്താണ്, ഒരു നോഡിന് മെമ്മറിയിൽ ഒരു പർട്ടിക്കുലർ നോഡിനെ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നു. ഈ എക്സിക്യൂഷൻ കഴിയുമ്പോഴത്തേക്കും എന്താണ്, എനിക്ക് എന്ത് ചെയ്തു, ഒരു നോഡ് ക്രിയേറ്റഡ് ആയി. ഇനി സപ്പോസ് ഞാനിപ്പോൾ നോഡിനെ ക്രിയേറ്റ് ചെയ്തു ഈ 2 ലൈൻസിൽ, ആദ്യത്തെ ലൈൻ ഓഫ് കോഡ്സിൽ. ദെൻ നെക്സ്റ്റ് അവസാനത്തെ 4 ലൈൻ ഓഫ് കോഡ്സിൽ ഞാൻ എന്താ പറഞ്ഞേക്കുന്നത്, എൻ്റർ ഡേറ്റാനെ ഡേറ്റ ഫീൽഡിലോട്ട് എൻ്റർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സപ്പോസ് ഞാൻ എൻ്റർ ചെയ്യുന്ന ഡേറ്റ എന്ന് പറയുന്നത് എ ആണ്. 1060 എന്ന് പറയുന്ന ലൊക്കേഷനിൽ ഞാൻ എൻ്റർ ചെയ്ത ഡേറ്റ എന്ന് പറയുന്നത് എന്താണ്, എ ആണെന്ന് കൺസിഡർ ചെയ്യുക. അപ്പോൾ എൻ്റെ ന്യൂ നോഡ് എന്തായിരിക്കും? എ എന്ന് പറയുന്നത് ഡേറ്റ ഫീൽഡിലുള്ള ഒരു ന്യൂ നോഡായിരിക്കും എന്ത് ചെയ്യുന്നത്, ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഇനി ഞാൻ നെക്സ്റ്റ് സെഗ്മെൻറ്റിലോട്ട്, ഞാൻ നോഡിനെ ക്രിയേറ്റ് ചെയ്തല്ലോ, ഇനി ഞാൻ നെക്സ്റ്റ് സെഗ്മെൻറ്റിലോട്ട് പോവുകയാണ്. എ ഡേറ്റ ഫീൽഡുള്ള ഒരു നോഡിനെ ഞാൻ ക്രിയേറ്റ് ചെയ്തു. ഇനി എനിക്ക് എന്താണ്, ഈ നോഡിനെയാണ് എനിക്ക് ബിഗിനിങ്ങിലോട്ട് ആഡ് ചെയ്യേണ്ടത്. ഓക്കെ, അതിന് വേണ്ടിയിട്ടുള്ള ഓപ്പറേഷനാണ് ഇനി ഞാൻ പെർഫോം ചെയ്യാൻ പോകുന്നത്. ഇഫ് ഹെഡ് ഈക്വൽ ടു നൾ, അതായത് ഹെഡ് ഈക്വൽ ടു നൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ഹെഡ് പോയിൻ്റർ പോയിൻ്റ് ചെയ്യുന്നത് നള്ളാണ്. നൾ മീൻസ് ഹെഡ് പോയിൻ്റർ നള്ളിനെ പോയിൻ്റ് ചെയ്യുക എന്ന് വെച്ചാൽ എന്താണെന്നാണ് നമ്മൾ പഠിച്ചേക്കുന്നത്. ഇറ്റ് മീൻസ് ഒരു ലിങ്കഡ് ലിസ്റ്റ് ഇതുവരെ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പം അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് പെർഫോം ചെയ്യണം, ഹെഡ് ഈക്വൽ ടു ടെയിൽ ഈക്വൽ ടു ന്യൂ നോഡ്. അതായത് ഹെഡ് എന്ന് പറയുന്ന പോയിൻ്ററും ടെയിൽ എന്ന് പറയുന്ന പോയിൻ്ററും ഞാനിപ്പോൾ ക്രിയേറ്റ് ചെയ്ത നോഡ് എൻ്റെ ന്യൂ നോഡിനെ പോയിൻ്റ് ചെയ്യണം. അല്ല എന്നുണ്ടെങ്കിൽ അതർവൈസ് അല്ലെങ്കിൽ എൽസ് പാർട്ട് ഞാൻ ചെക്ക് ചെയ്യുക. എൽസ് പാർട്ട് ചെക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഇനി ഓൾറെഡി എൻ്റെ ലിങ്കഡ് ലിസ്റ്റിൻ്റെ ഹെഡ് എന്ന് പറയുന്നത് നള്ളല്ല. അതിൻ്റെ അർത്ഥം എന്താ, എനിക്ക് ഓൾറെഡി എന്താണ്, ഒരു ലിങ്കഡ് ലിസ്റ്റ് ഉണ്ട്. ദെൻ അങ്ങനെ ഉണ്ടെങ്കിൽ എൽസ് പാർട്ടിനെ എക്സിക്യൂട്ട് ചെയ്യും. എൻ്റെ ന്യൂ നോഡിനെ എന്ത് ചെയ്യണം, എനിക്കപ്പോൾ ഫസ്റ്റ് നോഡ് ബിഗിനിങ്ങിൽ ഇൻസേർട്ട് ചെയ്യണം. അതിനായിട്ടുള്ള കോഡാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ന്യൂ നോഡ് നെക്സ്റ്റ് ഈക്വൽ ടു ഹെഡ്. അതായത് ഇപ്പം ന്യൂ നോഡിൻ്റെ നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ന്യൂ നോഡ് നോക്കിയാൽ മതി. ന്യൂ നോഡിൻ്റെ നെക്സ്റ്റ് രണ്ടാമത്തെ പോയിൻ്റർ എന്താണ്, നള്ളാണ്. അപ്പം എനിക്ക് നെക്സ്റ്റ് എന്ന് പറയുന്ന ന്യൂ നോഡിൻ്റെ നെക്സ്റ്റ് എന്ന് പറയുന്ന പോയിൻ്ററിനെ ഹെഡ് പോയിൻ്റ് ചെയ്യുന്ന നോഡിലോട്ട് എനിക്ക് ലിങ്ക് ചെയ്യിക്കണം. അതിന് വേണ്ടിയിട്ടുള്ള കോഡാണ് ഞാൻ ഇനി നോക്കാൻ പോകുന്നത്. ന്യൂ നോഡ് നെക്സ്റ്റ് ഈക്വൽ ടു ഹെഡ്. അതായത് ന്യൂ നോഡിൻ്റെ നെക്സ്റ്റ് പാർട്ടിലുള്ളത് നെക്സ്റ്റ് പോയിൻ്ററിനെ ഹെഡ് പോയിൻ്റ് ചെയ്യുന്ന ആ നോഡിലോട്ട് എനിക്ക് എന്ത് ചെയ്യണം, പോയിൻ്റ് ചെയ്യിപ്പിക്കണം. അതിന് വേണ്ടിയിട്ട് ഈ ലൈൻ ഓഫ് കോഡ് എക്സിക്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു കണക്ഷൻ വരും. അവിടെ ന്യൂ നോഡിൻ്റെ നെക്സ്റ്റ് ഹെഡ് പോയിൻ്റ് ചെയ്യുന്ന അതിലോട്ട് പോയിൻ്റ് ചെയ്യും. ദെൻ ഹെഡ് പ്രീഫ് ഈക്വൽ ടു ന്യൂ നോഡ്. ഹെഡിൻ്റെ ഈ പർട്ടിക്കുലർ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും ഈ ഫിഗർ, അതായത് 1048 എന്ന് പറയുന്ന ലൊക്കേഷൻ ന്യൂ നോഡിലോട്ട് 1048 എന്ന് പറയുന്ന ലൊക്കേഷൻ എന്ത് ചെയ്യുന്നു, അസൈൻ ചെയ്യുന്നു.
ന്യൂ നോഡ് നെക്സ്റ്റ് ഹെഡ് എന്ന് പറഞ്ഞില്ലേ, ന്യൂ നോഡ് നെക്സ്റ്റ് ഹെഡ് എന്ന് പറയുമ്പോൾ എന്താ എനിക്ക് പെർഫോം ചെയ്യേണ്ടത്? ന്യൂ നോഡിൻ്റെ നെക്സ്റ്റിൽ ഹെഡ് പോയിന്റ് ചെയ്യണം. ദെൻ അങ്ങനെ പോയിന്റ് ചെയ്യുമ്പോഴത്തേക്കും ഹെഡിൻ്റെ അഡ്രസ്സ് എവിടെ വരും? ആ നെക്സ്റ്റ് പോയിന്ററിലോട്ട് വരും. ദെൻ അതിൻ്റെ ഫിഗറാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് പോയിന്ററിലോട്ട് ആ ലിങ്കിങ് വന്നു കഴിഞ്ഞിട്ട് ഇനി എനിക്ക് എന്താ പെർഫോം ചെയ്യേണ്ടത്? ഹെഡ് ഈക്വൽ ടു ന്യൂ നോഡ്. ഹെഡ് എന്ന് പറയുന്നത് എന്താണ്? ന്യൂ നോഡിലോട്ട് എനിക്ക് മൂവ് ചെയ്യിക്കണം ഹെഡിൻ്റെ പൊസിഷൻ. ദെൻ ഇത് എക്സിക്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും ഹെഡിൻ്റെ പൊസിഷൻ എന്ത് ചെയ്യും? ഇപ്പം കറൻ്റ്ലി ഹെഡ് ഡേറ്റ ബി ഉള്ളത്, അതായത് ലൊക്കേഷൻ 1048 ഹെഡ് ഉള്ളത്. അതിനെ ഞാൻ എന്ത് ചെയ്യുന്നു? ആ ഹെഡിനെ ഞാൻ 1060 ലൊക്കേഷനുള്ള എൻ്റെ ന്യൂ നോഡിലോട്ട് ഞാൻ എന്ത് ചെയ്യുകയാണ്? ചേഞ്ച് ചെയ്തു. ഹെഡിനെ ഞാൻ അങ്ങോട്ട് മാറ്റുമ്പോഴത്തേക്കും ഞാൻ എന്ത് പെർഫോം ചെയ്യും? അങ്ങോട്ട് മാറുമ്പോഴത്തേക്കും 1060 എന്ന് പറയുന്ന അഡ്രസ്സ് ഹെഡിൽ എന്ത് ചെയ്തു? വന്നു. ഹെഡിൽ ന്യൂ നോഡിൻ്റെ അഡ്രസ്സ് വന്നു, 1060 വന്നു. ആൻഡ് ഐ മൂവ് മൈ ഹെഡ് നോഡ് ടു ദി ന്യൂ നോഡ്. ഹെഡ് നോഡിനെ എന്ത് ചെയ്തു? ന്യൂ നോഡിലോട്ട് മൂവ് ചെയ്തു. നൗ ദി ന്യൂ നോഡ് ഹാസ് ഇൻസേർട്ടഡ് അറ്റ് ദ ബിഗിനിങ്. അങ്ങനെ എന്ത് ചെയ്തു? ന്യൂ നോഡിനെ ഞാൻ എന്ത് ചെയ്തു? ആ ബിഗിനിങ്ങിൽ ഇൻസേർഷൻ പെർഫോം ചെയ്തു. ഇങ്ങനെയാണ് ഒരു ഇൻസേർഷൻ ബിഗിനിങ്ങിൽ നമുക്ക് പെർഫോം ചെയ്യാനായിട്ട് പറ്റുന്നത്. ഇനി അങ്ങനെ ഇൻസേർഷൻ ന്യൂ നോഡിലോട്ട് ഞാൻ ഹെഡിനെ മൂവ് ചെയ്തു. കണ്ടില്ലേ? ന്യൂ നോഡിലോട്ട് ഹെഡിനെ മൂവ് ചെയ്തു. അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്രസ്സ് പ്രീവിയസിലും നെക്സ്റ്റിലും ഞാൻ കോപ്പി ചെയ്തു. അങ്ങനെ എന്ത് ചെയ്തു? ഇംപ്ലിമെൻറ്റ് ചെയ്തു. ഇങ്ങനെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബിഗിനിങ്ങിൽ, ആ ഡബ്ലി ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ ബിഗിനിങ്ങിൽ ഞാൻ ഒരു ഐറ്റത്തിനെ ഇൻസേർട്ട് ചെയ്തു. ഇനി ഇൻസേർഷൻ ഇൻ എ ഡബ്ലി ലിങ്ക്ഡ് ലിസ്റ്റ് അറ്റ് സ്പെസിഫിക് പൊസിഷൻ. ഒരു സ്പെസിഫിക് പൊസിഷനിൽ എങ്ങനെയാണ് ഇൻസേർഷൻ പെർഫോം ചെയ്യേണ്ടതെന്ന്. ദെൻ ഒരു നോഡിനെ ക്രിയേറ്റ് ചെയ്യണമല്ലോ. അതിന് വേണ്ടിയിട്ട് നോഡിനെ ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള ബേസിക് സ്റ്റെപ്സ് എന്ത് ചെയ്യുന്നു? ബേസിക് സ്റ്റെപ്സ് ഞാൻ പെർഫോം ചെയ്തു. ഐ എം അസൈനിങ് എ മെമ്മറി ലൊക്കേഷൻ ആൻഡ് എ ന്യൂ നോഡ് ഇസ് ക്രിയേറ്റഡ്. ഒരു മെമ്മറി ലൊക്കേഷനെ ഞാൻ അസൈൻ ചെയ്തു, ന്യൂ നോഡിനെ ഞാൻ ക്രിയേറ്റ് ചെയ്തു. ദെൻ ഡേറ്റ സീനെ ഞാൻ എന്ത് ചെയ്തു? ആ പൊസിഷനിലോട്ട് ഞാൻ ഇൻസേർട്ട് ചെയ്തു. ഡേറ്റ ഫീൽഡിൻ്റെ ആ പൊസിഷനിലോട്ട് ഇൻസേർട്ട് ചെയ്തു. 1060 അതിൻ്റെ ലൊക്കേഷനായിട്ട് ഞാൻ അസൈൻ ചെയ്തത്. ഇപ്പോൾ എന്താണ്? നെക്സ്റ്റ് സീൻ, അതായത് നെക്സ്റ്റ് സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ട സമയമായി. എന്താ പെർഫോം ചെയ്യേണ്ടത്? എനിക്ക് ഒരു സ്പെസിഫിക് പൊസിഷനിൽ ഞാനിപ്പോൾ ക്രിയേറ്റ് ചെയ്തേക്കുന്ന ഈ ന്യൂ നോഡിനെ ഇൻസേർട്ട് ചെയ്യണം. കൺസിഡർ എനിക്കതിനെ ഇൻസേർട്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാൻ അടുത്ത സെക്ഷനിലോട്ട് പോവുകയാണ്. ഇൻസേർട്ട് പോസ് DLL നോഡ് ഡബ്ലി ലിങ്ക്ഡ് ലിസ്റ്റ് നോഡ് സ്റ്റാർ ന്യൂ നോഡ് ഇൻ പൊസിഷൻ. സോ ഒരു പൊസിഷനിൽ ഇൻസേർട്ട് ചെയ്യുമ്പോഴത്തേക്കും ഞാൻ 2 പാരാമീറ്ററാണ് ഇവിടെ പാസ് ചെയ്യുന്നത്. അതാണ് ന്യൂ നോഡും പൊസിഷനും. ആ പൊസിഷൻ എന്താണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? എവിടെയാണ് എനിക്ക് ഈ എലമെൻറ്റിനെ ഇൻസേർട്ട് ചെയ്യേണ്ടത് എന്നുള്ള പൊസിഷനാണ് ഞാനവിടെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഇപ്പോൾ അസ്യൂം ചെയ്യുക, എനിക്ക് ഇപ്പം ഞാൻ ക്രിയേറ്റ് ചെയ്ത ഈ നോഡിനെ എനിക്ക് എൻ്റെ തേർഡ് നോഡായിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? തേർഡ് നോഡായിട്ടാണ് എനിക്ക് ഇൻസേർട്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ കറൻ്റ്ലി എൻ്റെ കയ്യിലുള്ള ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ തേർഡ് നോഡെന്ന് പറയുന്നത് ഡേറ്റ ഫീൽഡിൽ D വരുന്നതാണ്. എനിക്ക് അതിനെ ചേഞ്ച് ചെയ്തിട്ട് തേർഡ് പൊസിഷനിൽ ഡേറ്റ ഫീൽഡിൽ C വരുന്ന ആ എലമെൻ്റുള്ള ഡേറ്റ ഫീൽഡിൽ വരുന്ന വാല്യൂ വരുന്ന ആ നോഡിനെ എന്ത് ചെയ്യണം? എനിക്ക് ഇൻസേർട്ട് ചെയ്യണം. അതിന് ഞാൻ എന്താ പെർഫോം ചെയ്യാൻ പോകുന്നതെന്നാണ് നോക്കുന്നത്. അതിന് വേണ്ടിയിട്ട് DLL നോഡ് സ്റ്റാർ ടെമ്പ് ഈക്വൽ ടു ഹെഡ്, അതായത് ഞാൻ ടെമ്പ് എന്ന് പറയുന്ന ഒരു പോയിൻ്ററിനെ കൂടി എന്ത് ചെയ്യുന്നു? ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. ടെമ്പ് എന്ന് പറയുന്ന ഒരു പോയിൻ്ററിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. ഈ ടെമ്പ് എന്ന് പറയുന്ന പോയിൻ്റർ ഹെഡ് പോയിൻ്റ് ചെയ്യുന്നത് എവിടെയാണോ അവിടെ തന്നെ പോയിൻ്റ് ചെയ്യണം. ഫിഗറിൽ നോക്കിയേ, ടെമ്പിനെ എന്ത് ചെയ്തു? ഞാൻ ഹെഡ് പോയിൻ്റ് ചെയ്യുന്ന അതേ നോഡിൽ ഞാൻ ടെമ്പിനെയും പോയിൻ്റ് ചെയ്യിപ്പിച്ചു. ദെൻ സെക്കൻഡ് പറയുവാണ്. സെക്കൻഡ് ഞാൻ എന്താണ്? കൗണ്ട്. ദെൻ ഞാൻ വേറൊരു വേരിയബിളിനെ കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്തു, കൗണ്ട് എന്ന് പറഞ്ഞ്. ആ കൗണ്ട് വേരിയബിളിൻ്റെ വാല്യൂ ഞാൻ 1 ആക്കി സെറ്റ് ചെയ്ത് കൊടുത്തു. ദെൻ ഞാനൊരു വൈൽ ലൂപ്പ് എടുക്കുകയാണ്. ആ വൈൽ ലൂപ്പിൽ പറയുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ടേക്കിംഗ് എ വൈൽ ലൂപ്പ്, ഞാനൊരു വൈൽ ലൂപ്പ് എടുക്കുക. വൈൽ കൗണ്ട് നോട്ട് ഈക്വൽ ടു പോസ്, അതായത് ഇപ്പോൾ എൻ്റെ കയ്യിലെ കൗണ്ടിൻ്റെ വാല്യൂ എത്രയാണ്? 1 അല്ലേ? കൗണ്ട് ദെൻ പൊസിഷൻ എനിക്ക് 3 ആ വേണ്ടതെന്ന് ഞാൻ പറഞ്ഞു. അതായത് 1 നോട്ട് ഈക്വൽ ടു 3. അപ്പോൾ 1 നോട്ട് ഈക്വൽ ടു 3 ആണ്. ലൂപ്പിലോട്ട് കയറുവാണ്. ലൂപ്പിലോട്ട് കയറിയിട്ട് ടെമ്പ് ഈക്വൽ ടു ടെമ്പ് നെക്സ്റ്റ്. ദെൻ ഈ കണ്ടീഷൻ ടെമ്പ് ഈക്വൽ ടു ടെമ്പ് നെക്സ്റ്റ്, അതായത് ദെൻ ഞാൻ കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ പോവാണ്. ഇഫ് ടെമ്പ് എന്താണ്? നള്ളല്ല. ഇഫ് ടെമ്പ് നോട്ട് ഈക്വൽ ടു നൾ.
ടെമ്പ് നള്ളല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? ഐ എം റീച്ചിങ് എ നോഡ് വെർ ഇറ്റ് ഈസ് നോട്ട് ദി എൻഡ് ഓഫ് ലിങ്കഡ് ലിസ്റ്റ്. അതിൻ്റെ മീനിങ് എന്താണ്? ടെമ്പ് ഇപ്പോൾ കറൻ്റ്ലി ടെമ്പ് കാണിക്കുന്നത് എന്താണ്? നള്ളെന്ന് പറയുന്ന ഒരു ഫീൽഡ് ഇല്ല ടെമ്പിൽ. വൈൽ കഴിഞ്ഞിട്ട് ഞാൻ ഒരു കണ്ടീഷനും ടെമ്പ് ഈക്വൽ ടു ടെമ്പ് നെക്സ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും ടെമ്പിൻ്റെ പൊസിഷൻ എന്തായി? ഒരു നെക്സ്റ്റ് നോഡിലോട്ട് പോയി. ദെൻ അത് കഴിഞ്ഞിട്ട് ഞാൻ ഈഫ് കണ്ടീഷൻ ചെക്ക് ചെയ്യുകയാണ്. ഇഫ് ടെമ്പ് നോട്ട് ഈക്വൽ ടു നള്ളാണ്. ടെമ്പ് എന്ന് പറയുന്ന പോയിൻ്റർ ഇപ്പോൾ പോയിൻ്റ് ചെയ്യുന്ന നോഡിൽ നള്ളില്ല എന്നുണ്ടെങ്കിൽ കൗണ്ടിനെ ഇൻക്രിമെൻറ്റ് ചെയ്യിക്കാൻ പറഞ്ഞു. കൗണ്ട് ++ കൊടുത്തു. സോ കൗണ്ടിൻ്റെ വാല്യൂ ഇപ്പോൾ 1 ആയിരുന്നു. അതിനെ ഞാൻ എന്താക്കി? 2 ആക്കി. കൗണ്ടിൻ്റെ വാല്യൂ 1 ആയിരുന്നു, അതിനെ ഞാൻ 2 ആക്കി. സോ 2 ആക്കിയപ്പോഴത്തേക്കും കൗണ്ടിൻ്റെ 1 ആയിട്ടിരുന്ന ആ വാല്യൂവിനെ ഞാൻ 2 ആക്കി. അപ്പം ഞാൻ പിന്നെയും കണ്ടീഷൻ ചെക്ക് ചെയ്യുകയാണ്. വൈൽ ലൂപ്പിൽ പോയിട്ട് പിന്നെയും ചെക്ക് ചെയ്യുന്നു. 2 നോട്ട് ഈക്വൽ ടു 3. 2 എന്ന് പറയുന്നത് 3നോട് ഈക്വൽ അല്ല. എഗെയിൻ ഞാൻ എന്ത് ചെയ്യും? ടെമ്പിനെ എൻ്റെ നെക്സ്റ്റ് നോഡിലോട്ട് മൂവ് ചെയ്തു. കണ്ടില്ല? ടെമ്പ് ഇപ്പോൾ ഡി എലമെൻ്റായിട്ട് വരുന്നതിലോട്ട് ടെമ്പ് മൂവ് ചെയ്തു. ടെമ്പ് എന്ന് പറയുന്ന പോയിൻ്റർ അത് മൂവ് ചെയ്തു. സോ എഗെയിൻ ഞാൻ ടെമ്പിനെ നെക്സ്റ്റ് നോഡിലോട്ട് മൂവ് ചെയ്യിപ്പിച്ചു. എന്നിട്ട് ഞാൻ എന്താണ് ചെക്ക് ചെയ്യുകയാണ്? ടെമ്പ് നള്ളാണോ എന്നുള്ളത്. ടെമ്പ് എന്താണ്? നള്ളാണ്, ട്രൂ ആണ്. ട്രൂ ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ എന്ത് ചെയ്തു? പിന്നെയും കൗണ്ടിനെ ഇൻക്രിമെൻറ്റ് ചെയ്യിച്ച് ലൂപ്പിൽ നിന്നും ബാക്കിലോട്ട് പോയി. എവിടെ? വൈൽ ലൂപ്പിലോട്ട് പോയി. അപ്പം 3 ആണ് കണ്ടീഷൻ വന്നത്. കൗണ്ടിൻ്റെ വാല്യൂ 3 ആയി. 3 നോട്ട് ഈക്വൽ ടു 3 ആണ്. സോ ലൂപ്പിൻ്റെ വെളിയിൽ വന്ന് ബ്രേക്ക് ചെയ്ത് വെളിയിൽ വന്നിട്ട് ഞാൻ എന്ത് ചെയ്തു? നെക്സ്റ്റ് ഈഫ് സ്റ്റേറ്റ്മെൻറ്റിലോട്ട് പോവുകയാണ്. ഈഫ് സ്റ്റേറ്റ്മെൻറ്റിലോട്ട് പോയിട്ട് ഞാൻ ചെക്ക് ചെയ്യുകയാണ്. ഈഫ് കൗണ്ട് ഈക്വൽ ടു പൊസിഷൻ ആണോ എന്ന് നോക്കുക. കൗണ്ടിൻ്റെയും പൊസിഷൻ്റെയും വാല്യൂ ഏതാണ്? ഇപ്പോൾ കറൻ്റ്ലി നമുക്ക് 3 ആണ്. സോ അത് ട്രൂ ആണ്. അത് ട്രൂ ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ കറൻ്റ്ലി ടെമ്പ് 1024 ലൊക്കേഷനിലാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ പ്രിവ് എന്ന് പറയുന്നത് എവിടെയാണ്? 2094 നിൽക്കുന്നത്. സോ ഇറ്റ്സ് നെക്സ്റ്റ് ഈസ് സപ്പോസ് ടു ബി ദി ന്യൂ നോഡ്. അതിൻ്റെ നെക്സ്റ്റിൽ, അതായത് നെക്സ്റ്റ് കോഡ് നോക്കിക്കേ. ടെമ്പ് പ്രിവ് നെക്സ്റ്റ് ഈക്വൽ ടു ന്യൂ നോഡ്. ടെമ്പ് ഇപ്പോൾ കറൻ്റ്ലി എവിടെയാണ് നിൽക്കുന്നത്? 1024 ടെമ്പിൻ്റെ ടെമ്പിൻ്റെ തൊട്ട് മുമ്പത്തെ നോഡ്, അതായത് 1024 ആണല്ലോ. 1024ൻ്റെ നെക്സ്റ്റിൽ ന്യൂ നോഡിൻ്റെത് വരണം എന്നാണ് ആ കോഡ് പറയുന്നത്. ടെമ്പ് പ്രിവ് നെക്സ്റ്റ് ഈക്വൽ ടു ന്യൂ നോഡ്. അതായത് ടെമ്പ് ഇപ്പോൾ കറൻ്റ്ലി നിൽക്കുന്നത് 1024 അതിൻ്റെ പ്രിവ് ഏതാണ്? 2094 ലൊക്കേഷനുള്ളതിൻ്റെ. അതിൻ്റെ ആ നോഡിൻ്റെ നെക്സ്റ്റ്, അതായത് 1024 എന്ന് കൊടുത്തേക്കുന്നത് മാറ്റിയിട്ട് എനിക്ക് അവിടെ എന്ത് വരണം? 1060 വരണം. അതിനായിട്ടുള്ള കോഡാണ് ഞാൻ എന്ത് ചെയ്തേക്കുന്നത്? ഈ നൾ പാർട്ടിൽ, അതിൻ്റെ നൾ പാർട്ടിലോട്ട് ലിങ്കിങ് വന്നിട്ട് 1060 എവിടെയാക്കി കൊടുത്തു? അതിൻ്റെ പ്രിവിൽ, ടെമ്പിൻ്റെ പ്രിവിൽ ന്യൂ നോഡിൻ്റെ അഡ്രസ്സ് ഞാൻ ചേഞ്ച് ചെയ്ത് കൊടുത്തു. അതായത് 1024 നിന്നും അതെന്തായി? 1060 ആയി. അങ്ങനെ എന്ത് ചെയ്തു? ന്യൂ നോഡിലോട്ടൊരു കണക്ഷൻ വന്നു. ദെൻ പറയുകയാണ് ന്യൂ നോഡ് പ്രിവ് ഈക്വൽ ടു ടെമ്പ് പ്രിവ്. ന്യൂ നോഡിൻ്റെ പ്രീവിയസിൽ എന്താണ്? ടെമ്പിൻ്റെ പ്രീവിയസ് ആയിട്ട് ന്യൂ നോഡിൻ്റെ പ്രീവിയസ് ഞാൻ എന്ത് ചെയ്തു? ടെമ്പിൻ്റെ പ്രീവിയസ് ആയിട്ട് അസൈൻ ചെയ്ത് കൊടുത്തേക്കുക എന്നാണ് പറയുന്നത്. അതായത് നൗ പ്രീവിയസ് എന്ന് പറയുന്നത് ന്യൂവിൻ്റെ പ്രീവിയസ് ന്യൂ നോഡിൻ്റെ പ്രീവിയസ് ഇപ്പം എവിടെയാണ് അസൈൻ ചെയ്തേക്കുന്നത്? നള്ളായിട്ടല്ലേ അസൈൻ ചെയ്തേക്കുന്നത്. അതിനെ ഞാൻ ചേഞ്ച് ചെയ്യാൻ പോവുകയാണ്. 2094 ആക്കി ആ കോഡ് എക്സിക്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും ഈ ന്യൂ നോഡിൻ്റെ പ്രിവ് ഏതാ ഇപ്പോൾ കിടക്കുന്നത്? 2094 അല്ലേ ന്യൂ നോഡിൻ്റെ പ്രിവ് കിടക്കുന്നത്. ആ അഡ്രസ്സ് ഞാൻ എന്ത് ചെയ്യുകയാണ്? അതിലോട്ട് കോപ്പി ചെയ്തിട്ട് ടെമ്പിൻ്റെ പ്രിവിലോട്ട് ഒരു കണക്ഷൻ കൊടുത്തേക്കുക. ടെമ്പിൻ്റെ പ്രിവിലോട്ട് എനിക്ക് കണക്ഷൻ കൊടുക്കണമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, ദെൻ ടെമ്പിൻ്റെ പ്രിവ് ഈക്വൽ ടു ന്യൂ നോഡ് ആക്കി കൊടുത്തു. അതായത് ടെമ്പ് ഇപ്പം കറൻ്റ്ലി പോയിൻ്റ് ചെയ്യുന്ന നോഡിൻ്റെ പ്രീവിയസ് ഇല്ലേ, അവിടെ ന്യൂ നോഡിൻ്റെ ലൊക്കേഷൻ ഞാൻ എന്ത് ചെയ്തു? സെറ്റ് ചെയ്ത് കൊടുത്തു. അത് കണ്ടില്ലേ? അപ്പം
ടെമ്പിൽ നിന്നും ന്യൂ നോഡിലോട്ട് ഒരു കണക്ഷൻ വന്നു. ദെൻ ന്യൂ നോഡിൻ്റെ നെക്സ്റ്റിൽ ടെമ്പിൻ്റെത് കൊടുക്കുക. ന്യൂ നോഡിൻ്റെ നെക്സ്റ്റ് ഇപ്പം നള്ളായിട്ടല്ലേ കിടക്കുന്നത്, അവിടെ ടെമ്പിൻ്റെ വാല്യൂ അതായത് 1024 ഞാൻ കൊടുത്തു. അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്തു, ഒരു ലിങ്കിങ് വന്നു. അങ്ങനെ എന്ത് ചെയ്തു, എൻ്റെ ഡബ്ലി ലിങ്കഡ് ലിസ്റ്റ് ഒരു സ്പെസിഫിക് പൊസിഷനിൽ ഞാൻ എന്ത് ചെയ്തു, സ്പെസിഫിക് പൊസിഷനിൽ ആ നോഡിനെ ഞാൻ ഇൻസേർട്ട് ചെയ്തു. ഇത്രയാണ് ഡബ്ലി ലിങ്കഡ് ലിസ്റ്റിലെ ഇൻസേർഷൻ പറയുന്നത്.